2021 സെപ്റ്റംബർ മാസം 18 മാങ്കാടിനടുത്തുള്ള പെരിയപ്പനിച്ചേരിയിലെ പ്രസന്ന മണികണ്ഠൻ എന്നയാൾ പതിവ് പോലെ ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പൂർണ്ണ ദുഃഖത്തിലായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ കാണാൻ ക്ഷീണിതനാണെന്നും വല്ലാത്ത ടെൻഷനിലാണെന്നും മാതാപിതാക്കൾ മനസ്സിലാക്കി. എങ്കിലും മകനോടൊന്നും ചോദിച്ചില്ല. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കേണ്ട സാഹചര്യത്തിലുമായിരുന്നില്ല അവർ. കാരണം അവരുടെ ഹൃദയങ്ങളെല്ലാം ഇതിനകം തകർന്നിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷമായി ആ കുടുംബം കടുത്ത വിഷാദത്തിലായിരുന്നു. ചില ദിവസങ്ങളെ ആയിട്ടുള്ളൂ സാധാരണഗതിയിലേക്കൊന്ന് മാറാൻ തുടങ്ങിയിട്ട്. ഈ സമയങ്ങളിലെല്ലാം പ്രസന്നയ്ക്ക് വിവാഹം കഴിയാൻ പോകുന്നത് ചിന്തിച്ച് വീട്ടുകാരെല്ലാവരും സന്തോഷത്തിലായിരുന്നു. അതെ, ബാങ്കിൽ ജോലി ചെയ്യുന്ന പ്രസന്നയ്ക്ക് ഉടൻ തന്നെ വിവാഹം നടക്കും. അതും രണ്ട് കുടുംബങ്ങളുടെയും സമ്മതത്തോടു കൂടിയുള്ള ഒരു പ്രണയ വിവാഹം. അങ്ങനെയാണെങ്കിൽ സന്തോഷം ഇരട്ടിയാകണമല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സങ്കടം എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വധുവിൻ്റെ വീട്ടുകാർ ഈ വിവാഹത്തിന് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് ആ തീരുമാനം ഉപേക്ഷിച്ചു. അങ്ങനെ ഈ കുടുംബത്തിൻ്റെ സന്തോഷം പകുതി വഴിയിൽ തന്നെ തിരികെ പോയി. ഇരു വീട്ടുകാരും അംഗീകരിച്ച ഒരു വിവാഹം. പിന്നെ എന്തിനാണ് ആ വിവാഹം ഉപേക്ഷിച്ചത്? ഒരുപക്ഷെ വരന് എന്തെങ്കിലും മോശം ശീലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഫെയർ ഉണ്ടായിരുന്നിരിക്കെ വധുവിൻ്റെ വീട്ടുകാർ അത് അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല. പ്രസന്ന വളരെ നല്ലൊരു യുവാവാണ്. എല്ലാ ജോലികളും ചെയ്യും. കൊറോണ സമയത്ത് അതിനെക്കുറിച്ചുള്ള ഒരു അവബോധമെല്ലാം ആ പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ കൊടുത്തിരുന്നു. അങ്ങനെ അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം വളരെ പരിചയമുള്ള നല്ലൊരു യുവാവായിരുന്നു. പിന്നെയും എന്തുകൊണ്ട് ഈ ഒരു വിവാഹം മുടങ്ങി എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറച്ച് വർഷമായി പ്രസന്നയുടെ കുടുംബം ഒരു വല്ലാത്ത വിഷാദത്തിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ വിഷാദത്തിനുള്ള കാരണമായിരുന്നു ഇവരുടെ ഈ ഒരു വിവാഹം മുടങ്ങാനും കാരണം. നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ചില വർഷങ്ങൾക്ക് മുൻപ് ആ കുടുംബത്തിൽ ഒരു സംഭവം ഉണ്ടായി. വാസ്തവത്തിൽ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ആ കുടുംബത്തെ തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ അവരെ ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടത്? എന്തുകൊണ്ടാണ് വിവാഹം തന്നെ വേണ്ട എന്ന് വെച്ചത്? ഇതേ ചോദ്യം തന്നെയാണ് പ്രസന്നയും തൻ്റെ കാമുകിയോട് ചോദിച്ചത്. നടന്ന സംഭവത്തിനും തനിക്കും യാതൊരു ബന്ധവും ഇല്ല എന്ന് അയാൾ പറഞ്ഞു. ആ സംഭവത്തെക്കുറിച്ച് താൻ ചിന്തിക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല എന്നും ദയവ് ചെയ്ത് വിവാഹം വേണ്ട എന്ന് വയ്ക്കരുതെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ വധുവും കുടുംബവും അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭ്യർത്ഥന നിരസിച്ചു. ഇങ്ങനെ ആ കുടുംബം വീണ്ടും ദുഃഖത്തിലേക്ക് ആഴ്ന്നിറങ്ങി. വിവാഹം മുടങ്ങിയതിൻ്റെ ദുഃഖത്തിൽ പ്രസന്ന സെപ്റ്റംബർ മാസം 18 ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. തൻ്റെ മുറിയിൽ ചെന്ന് കതകടച്ചിരുന്നു. വീണ്ടും കാമുകിയോട് ഫോണിൽ ഏറെ സമയം സംസാരിച്ചു. വാക്കുതർക്കമുണ്ടായി. കാമുകിയെ ഒരൽപ്പം ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൾ അവനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. പിറ്റേന്ന് അയാൾ തൻ്റെ മുറിയുടെ വാതിൽ തുറന്നില്ല. പ്രസന്ന തൻ്റെ മുറിയിൽ തന്നെ ആത്മഹത്യ ചെയ്തു. അങ്ങനെ കുടുംബത്തിന് എന്ത് സംഭവിച്ചു? ഒരു വിവാഹം തന്നെ വേണ്ട എന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താണ് ആ കുടുംബത്തിൽ നടന്നത്? 2018 ഇന്ത്യയെ മുഴുവനും ഞെട്ടിപ്പിച്ച ഇത്തരത്തിലും ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ജനങ്ങളെ തന്നെ പ്രകോപിപ്പിച്ച സഹിക്കാനാകാത്തതും ഒട്ടും തന്നെ നമുക്ക് ദഹിക്കാനാകാത്തതുമായ ഒരു കേസിനെ കുറിച്ചാണ്, ഹൃദയഭേദകമായ ഒരു ക്രൂരമായ കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത്. ഓഗസ്റ്റ് മാസം 31 ചെന്നൈ. വൈകുന്നേരം എല്ലാവരും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഭർത്താവായ വിജയ് ഉടൻ തന്നെ വീട്ടിലേക്ക് വരുമെന്ന് ഭാര്യ കാത്തിരിക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ടും അദ്ദേഹം വരാത്തത് കൊണ്ട് ഫോൺ വിളിച്ചു നോക്കി. പക്ഷെ വിജയ് പറഞ്ഞത് തനിക്ക് ഇനിയും ജോലി ബാക്കിയുണ്ട്, എനിക്ക് ഇന്ന് രാത്രി വീട്ടിൽ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇത് കേട്ട ഭാര്യ അസ്വസ്ഥയായി. വാസ്തവത്തിൽ അന്നത്തെ ദിവസം സ്വന്തം ഭർത്താവിനെ അവൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. കാരണം അന്ന് അയാളുടെ പിറന്നാളായിരുന്നു. തലേ ദിവസം അർദ്ധരാത്രി വളരെ ലളിതമായി അയാളുടെ ബർത്ത്ഡേ അവർ ആഘോഷിച്ചിരുന്നു. എന്നാൽ ഇതിനകം ആ ജന്മദിനം അയാൾക്ക് മറക്കാനാകാത്തൊരു ദിവസമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യം അയാൾ ആ വീട്ടിൽ വരുന്നത് വരെയും അറിയില്ലായിരുന്നു. ഭാര്യ ആഗ്രഹിച്ചതുപോലെ അന്ന് അയാൾ ആ വീട്ടിൽ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അയാൾക്ക് താങ്ങാനാകാത്ത സങ്കടവുമായി ജീവിക്കേണ്ടി വരില്ലായിരുന്നു. 2018 സെപ്റ്റംബർ മാസം 1
പിറന്നാൾ ദിനത്തിൽ ജോലി തിരക്കുണ്ടെന്ന് പറഞ്ഞ് അന്ന് വരാൻ കഴിയാത്ത വിജയ് അടുത്ത ദിവസം രാവിലെ 7 മണിയോടുകൂടി വീട്ടിലേക്ക് വന്നു. ഭാര്യയെ നിരാശപ്പെടുത്തിയത് കൊണ്ടാണോ എന്നറിയില്ല, ഇപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് ഒരു വലിയ നിരാശ നൽകി. വീട്ടിലേക്ക് വന്നപ്പോൾ വീട് പുറമെ പൂട്ടിയിരിക്കുകയായിരുന്നു. ഈ രാവിലെ അവൾ എവിടെ പോയി എന്ന് മനസ്സിലാക്കാത്ത വിജയ് ഉടൻ തന്നെ ഭാര്യയെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പരിഭ്രാന്തനായ അയാൾ ആ വീടിന്റെ ഉടമസ്ഥനോട് അന്വേഷിച്ചു. അയാളും അറിയില്ല എന്നാണ് പറഞ്ഞത്. ഉടൻ തന്നെ വിജയ് ഭാര്യയുടെ മാതാപിതാക്കളെ വിളിച്ചു. പക്ഷേ അവൾ അവിടെയും പോയിട്ടില്ല എന്ന് മനസ്സിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ജനാലയിലൂടെ വീടിനുള്ളിലേക്ക് നോക്കി. ആ സമയം വീടിനുള്ളിൽ ഫാൻ സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്നത് അയാൾ കണ്ടു. ഭാര്യ അകത്തുണ്ടായിരിക്കും എന്ന് കരുതി അവളുടെ പേര് വിളിച്ചു. പക്ഷെ ഒരു പ്രതികരണം ഉണ്ടായില്ല. അകത്ത് ഫാൻ ഓൺ ആണ്, ആരെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല. അതേസമയം വീടും പൂട്ടിയിരിക്കുകയാണ്. ഒരു പക്ഷേ ഫാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി അവൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകാം എന്ന് ചിന്തിച്ച് വിജയ് വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. ഉടനെ അയൽക്കാരുടെ സഹായത്തോടു കൂടി പൂട്ട് പൊളിച്ച് അയാൾ അകത്തേക്ക് കയറി. അകത്ത് കയറിയപ്പോൾ അയാളുടെ ആ ഒരു അവസ്ഥ വാക്കുകൾ കൊണ്ട് വിവരിക്കാനേ കഴിയില്ല. ആർക്ക് വേണ്ടിയാണോ അയാൾ രാവും പകലും ജോലി ചെയ്തത്, ആരെയാണോ അയാൾ ജീവനായി കരുതിയത്, ആർക്ക് വേണ്ടിയാണോ അയാൾ ജീവിച്ചിരുന്നത്, ആ കുട്ടികൾ ഇപ്പോൾ ജീവച്ഛവമായി കിടക്കുന്നതായിരുന്നു അയാൾ കണ്ടത്. അതെ, അദ്ദേഹത്തിന്റെ 7 വയസ്സുള്ള മകൻ അജയ്, 4 വയസ്സുള്ള മകൾ കർണിക, രണ്ടുപേരും യാതൊരു ചലനവുമില്ലാതെ കിടക്കുകയാണ്. ഉടൻ തന്നെ അവരെ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. രണ്ടുപേരും ഇതിനകം മരിച്ചുവെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഈ 2 കുട്ടികൾക്കും എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് അവർ മരിച്ചത്? വിജയുടെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു? അവൾ എവിടെ പോയി? ഈ ചോദ്യങ്ങളോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നുള്ള വിവരങ്ങൾ കേട്ടപ്പോൾ തമിഴ്നാട് മുഴുവനും രോഷാകുലരായി. ഇപ്പോ വർഷം 2010. കടലൂരിലുള്ള വിജയ് ചെന്നൈയിൽ വന്ന് കാറ്ററിംഗ് പഠിക്കുകയായിരുന്നു. ട്രെയിനിങ്ങിന് വേണ്ടി വടപ്പള്ളിയിലുള്ള പ്രശസ്തമായ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോയി. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയതിനാൽ റിസപ്ഷനിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിക്കും ഇയാൾക്കും ഇടയിൽ ഒരു സൗഹൃദം ഉണ്ടാകാൻ തുടങ്ങി. ദിവസങ്ങൾക്ക് ശേഷം അവർക്കിടയിൽ ഒരു പ്രണയവും ഉണ്ടായി. വിജയുടെ മാതാപിതാക്കൾ 2 പേരും മരിച്ചുപോയി. അങ്ങനെ ഇരുവരും അവളുടെ മാതാപിതാക്കളുടെ പിന്തുണയോടുകൂടി വിവാഹിതരായി. അതിനുശേഷം അവർ കുന്ത്രത്തൂരിലെ ഒരു വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. വിജയ് കാറ്ററിംഗ് പഠിച്ചിരുന്നെങ്കിലും ATMൽ ക്യാഷ് ഫില്ലറായിട്ടായിരുന്നു ജോലി ചെയ്തത്. അങ്ങനെ സന്തോഷകരമായ അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ഫലമായി 2 കുഞ്ഞുങ്ങളും അവർക്ക് ജനിച്ചു. മാതാപിതാക്കളില്ലാത്ത വിജയ് തന്റെ വീടിന്റെ ഉടമസ്ഥനെയും അയാളുടെ ഭാര്യയെയും സ്വന്തം മാതാപിതാക്കളെ പോലെ പരിഗണിച്ചു. അതുകൊണ്ടാണോ എന്നറിയില്ല, അയാളുടെ മക്കളും സ്വന്തം വീട്ടിലുള്ളതിനേക്കാൾ വീട്ടുടമസ്ഥന്റെ വീട്ടിലായിരിക്കും കൂടുതൽ സമയം ചിലവഴിക്കുക. ജീവിതം ഇങ്ങനെ പോകുമ്പോൾ ആ പ്രത്യേക ദിവസം വന്നു. 2018 ഓഗസ്റ്റ് 31. വിജയുടെ പിറന്നാൾ വളരെ ലളിതമായി വീട്ടിൽ ആഘോഷിച്ചു. സത്യത്തിൽ വിജയ്ക്ക് അതിലൊട്ടും താല്പര്യമില്ലായിരുന്നു. എങ്കിലും ഭാര്യ നിർബന്ധിച്ചതുകൊണ്ട് മറ്റു മാർഗമില്ലാതെ ഭാര്യയോടും മക്കളോടുമൊപ്പം അയാൾ ലളിതമായി പിറന്നാൾ ആഘോഷിച്ചു. എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിന് 4 വയസ്സുള്ള മകൾ ഉറങ്ങുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് അയാൾ മകളുടെ അടുത്തേക്ക് പോയി ഒരു ചുംബനം നൽകി. പക്ഷേ ഉറങ്ങുന്ന മകളെ ശല്യം ചെയ്യണ്ട എന്ന് ഭാര്യ ഉറക്കെ പറഞ്ഞതുകൊണ്ട് അയാളും അത് ശരിയാണെന്ന് കരുതി ജോലിക്ക് പോയി. അങ്ങനെ ആ രാത്രി ഭാര്യ വിളിച്ചപ്പോൾ ജോലിയുള്ളതുകൊണ്ട് വിജയ്ക്ക് വീട്ടിലേക്ക് വരാൻ സാധിച്ചില്ല. പിറ്റേന്ന് അയാൾ വീട്ടിലെത്തി. അങ്ങനെ വന്നപ്പോൾ മക്കളുടെ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോയി. ഒരു പക്ഷേ ഭാര്യ വിളിച്ചപ്പോൾ തന്നെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ തൻ്റെ കുട്ടികളെ ഇന്ന് ജീവനോടെ കാണാമായിരുന്നു എന്ന് അയാൾക്ക് തോന്നി. അങ്ങനെ അയാൾ പുലമ്പാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ എങ്ങനെയാണ് മരിച്ചത്? ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചത്? പോലീസ് വളരെ ഗൗരവമായി അന്വേഷിച്ചപ്പോൾ കാണാതായ ഭാര്യയെ എങ്ങനെയൊക്കെയോ കണ്ടെത്തി. അങ്ങനെ ഭാര്യയെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ ഒരു കേസിലുള്ള ഒരുപാട് വഴിത്തിരിവുകൾ പുറത്തു വരാൻ തുടങ്ങിയത്. കുട്ടികൾ ജനിച്ചപ്പോൾ പതിവ് പോലെ വിജയുടെ ഭാര്യ ജോലി നിർത്തി കുട്ടികളെ നോക്കാൻ തുടങ്ങി. പക്ഷേ കുട്ടികൾ വളർന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് ധാരാളം ഒഴിവ് സമയം ലഭിച്ചു. അങ്ങനെ അവൾക്ക് പുറത്തൊക്കെ പോകാനായി വിജയ് അവൾക്കൊരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്തു. ഇതുവരെയും മൊബൈലിൽ മാത്രം സമയം ചിലവഴിച്ചു കൊണ്ടിരുന്ന അവൾ ചിറകുമുളച്ച പക്ഷി പോലെ യാതൊരു സമയപരിധിയും ഇല്ലാതെ ആ വണ്ടിയിൽ പുറത്തേക്കൊക്കെ പോകാൻ തുടങ്ങി. വീട്ടുടമസ്ഥന്റെ കുടുംബം കുട്ടികളെ നോക്കാൻ ഉള്ളതുകൊണ്ട് അവൾ അതിൽ യാതൊരു ആശങ്കയും കാണിക്കാതെ സ്വതന്ത്രയായി ചുറ്റി നടന്നു. അവൾ വീട്ടിൽ തന്നെ അടങ്ങി കിടക്കുകയല്ലേ, എത്ര സമയം അവൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും? അവൾ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരട്ടെ എന്ന് കരുതിയ വിജയ് അവൾ ഇങ്ങനെ പരിധി കടക്കാൻ തുടങ്ങിയപ്പോൾ അവളെ ശകാരിക്കാൻ തുടങ്ങി. എന്നാൽ അത് വളരെ വൈകിപ്പോയിരുന്നു. അവൾ ഇതിനകം പരിധി ലംഘിച്ചുവെന്ന് പറഞ്ഞല്ലോ. പരിധി ലംഘിക്കുന്നവർ എന്ത് ചെയ്യാനും ഭയപ്പെടില്ല.
അവൻ്റെ ഭാര്യയും അത് തന്നെ ചെയ്തു. അതെ, ഒരു ദിവസം അവൾ വീട്ടിൽ നിന്നും ഓടിപ്പോയി. കുട്ടികൾ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഭാര്യയെ കാണാനില്ലല്ലോ എന്ന് തിരഞ്ഞ വിജയ്ക്ക് അവൾ എവിടെ പോയി എന്നുള്ളതും നന്നായി അറിയാമായിരുന്നു. അങ്ങനെ ആ സ്ഥലത്ത് ചെന്ന് അവളെ വളരെ കഷ്ടപ്പെട്ട് തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നു. നമുക്ക് വേണ്ടി അല്ലെങ്കിലും നമ്മുടെ മക്കളെ വിചാരിച്ച് അവർക്ക് വേണ്ടിയെങ്കിലും നീ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നു. അവളുടെ അച്ഛനും അമ്മയും വന്ന് അവളെ ഉപദേശിക്കാൻ തുടങ്ങി. 2 മക്കളുണ്ട് എന്ന് പോലും ചിന്തിക്കാതെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയാനും ശകാരിക്കാനും തുടങ്ങി. ഇങ്ങനെ എല്ലാവരും ഈ കുട്ടികൾ എന്ന പേര് പറഞ്ഞ് അവളെ ശകാരിച്ചപ്പോൾ അവളുടെ സന്തോഷത്തിനെല്ലാം തടസ്സം കുട്ടികളാണെന്ന് അവൾ കരുതി. അങ്ങനെ കുട്ടികളെ കൊല്ലാൻ തീരുമാനിച്ചു. ഇങ്ങനെ ലോകത്തിൽ ഒരമ്മയും ചിന്തിക്കാത്ത ഒരു അപകടകരമായ കാര്യത്തെക്കുറിച്ച്, ഒരിക്കലും ആരും ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച്, അവൾക്കുള്ളിലെ ഒരു മാതൃസഹജാവ ബോധത്തെ പോലും അവഗണിച്ചുകൊണ്ട് ഒരു ക്രൂരമായ കൃത്യം അവൾ ചെയ്യാൻ തീരുമാനിച്ചു. അതെ, 2018 അവളുടെ അവിഹിത കാമുകനു വേണ്ടി, അതും സൗജന്യമായി ലഭിക്കുന്ന ബിരിയാണിക്ക് വേണ്ടി, ആരെന്ന് പോലും അറിയാത്തവർ നൽകുന്ന ലൈക്സിനും കമൻസിനും വേണ്ടി, ആ ഒരു ആസക്തിയിൽ സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ കൊന്ന കുന്ത്രത്തുറ അഭിരാമി എന്ന സ്ത്രീയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധാരാളം ഒഴിവ് സമയം ഉണ്ടായിരുന്നതിനാൽ മൊബൈൽ ഫോണിൽ അവൾ അഡിക്റ്റായി മാറി. ടിക്ടോക്ക് ആ സമയത്ത് വളരെ പ്രശസ്തമായിരുന്നു. സ്വന്തം വീട്ടിലെ സ്ത്രീകൾക്ക് അച്ചടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്ന പല പുരുഷന്മാരും അന്യ വീട്ടിലെ സ്ത്രീകളും അങ്ങനെ ആയിരിക്കണം എന്നൊരിക്കലും ആഗ്രഹിക്കാറില്ല. ഇതുപോലെ തന്നെയാണ് ആവശ്യമില്ലാത്ത റീലുകളൊക്കെ ചെയ്ത് പുരുഷന്മാരുടെ ഉറക്കം കെടുത്തുന്ന സ്ത്രീകളെ പല പുരുഷന്മാർക്കും ഇഷ്ടമാണ്. അത്തരത്തിൽ ആവേശഭരിതരായി പുരുഷന്മാർ നൽകുന്ന കമൻസിലും ലൈക്സിനും ഒക്കെ അഭിരാമി അഡിക്റ്റ് ആകാൻ തുടങ്ങി. അങ്ങനെ അവൾക്ക് ആ ഒരു അഡിക്ഷനിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കാതെയായി. സാധാരണ പുരുഷന്മാർ കണ്ണുകളിലൂടെയും സ്ത്രീകൾ ചെവികളിലൂടെയും ആകർഷിക്കപ്പെടും. നീ സുന്ദരിയാണ്, നീ ഒരു മാലാഖയെ പോലെയുണ്ട്, എൻ്റെ മാലാഖ നീയാണ്, നീ എങ്ങനെയാണ് ഇത്ര സുന്ദരിയായത്? ഇങ്ങനെ അവരുടെ കാതുകൾ കൊണ്ട് കേൾക്കുന്ന വാക്കുകളാണ് അവളെ ആകർഷിക്കാൻ തുടങ്ങിയത്. ഇതുപോലെ ടിക്ടോക്കിലൂടെ പല പുരുഷന്മാരെയും അവൾ പരിചയപ്പെട്ടു. അപ്പോഴാണ് ഭർത്താവ് വാങ്ങിക്കൊടുത്ത സ്കൂട്ടി അവൾക്ക് ഒരു സഹായകമായത്, ഇങ്ങനെയുള്ള പുരുഷന്മാരെ ചെന്ന് കാണാൻ. ഇതേ ടിക്ടോക്കിലൂടെയാണ് അതേ പ്രദേശത്തുള്ള സുന്ദരം എന്നയാളെ പരിചയപ്പെടുന്നത്. അയാൾ ഒരു ബിരിയാണി കടയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയാൾ ജോലി ചെയ്യുന്ന കടയിലേക്ക് പോകും, എക്സ്ട്രാ ബിരിയാണി വാങ്ങി കഴിക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന അവരുടെ ആ ഒരു ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ തുടങ്ങി. എല്ലാ ഇല്ലീഗൽ റിലേഷൻഷിപ്പിനും എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ ആരംഭിക്കുന്നത്, അതേ ഉദ്ദേശം ഇവിടെയും പൂർത്തിയാകാൻ തുടങ്ങി. തുടക്കത്തിൽ ഇത് അറിഞ്ഞ വിജയ് ഒരു മുന്നറിയിപ്പ് മാത്രം നൽകി, അവളെ ശകാരിക്കാൻ തുടങ്ങി. പക്ഷേ കുട്ടികളുണ്ട് എന്നുള്ളൊരു കാരണം കാണിച്ച് എല്ലാവരും അവളെ ശകാരിച്ചത് കൊണ്ട് തന്നെ അതേ കുട്ടികളെ അവൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനവളുടെ കാമുകനുമായി അവൾ പദ്ധതിയിടാൻ തുടങ്ങി. അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നും പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രം വാങ്ങാൻ കഴിയുന്ന ചില മരുന്നുകൾ അവൾ അവളുടേതായ ചില പ്രകടനങ്ങൾ കാണിച്ചു വാങ്ങിക്കൊണ്ടുവന്നു. 2018 ഓഗസ്റ്റ് മാസം 30 ഭർത്താവിനും 2 കുട്ടികൾക്കും പാലിൽ ആ ഉറക്ക ഗുളിക കലർത്തി കൊടുത്തു. രാവിലെ 3 പേരും മരിച്ചു പോയിട്ടുണ്ടാകുമെന്നവൾ സന്തോഷിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒരു വലിയ ഞെട്ടലായിരുന്നു അവൾക്ക് കാത്തിരുന്നത്. അതെ, വിജയ്ക്കും മൂത്ത മകനായ അജയ്ക്കും യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. രാവിലെ വളരെ നോർമലായി അവർ എഴുന്നേറ്റു. എന്നാൽ അപ്പോഴാണ് രണ്ടാമത്തെ 4 വയസ്സുള്ള മകളെ അവൾ നോക്കിയത്. മകളുടെ വായിൽ നിന്നും നുര പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവൾ കുടിച്ച പാലിലുണ്ടായിരുന്ന ഡോസേജ് അധികമായതുകൊണ്ട് ആ വീര്യം താങ്ങാനാകാതെ ആ കുഞ്ഞിന്റെ ജീവൻ ഉറക്കത്തിൽ തന്നെ നഷ്ടമായി. ഉടൻ തന്നെ അവൾ വായിലുണ്ടായിരുന്ന നുര തുടച്ചു മാറ്റി. അവൾ അപ്പോഴും ഉറങ്ങുകയാണ് എന്ന് വരുത്തി തീർത്തു. എന്നാൽ അപ്പോഴും അവൾക്കുണ്ടായിരുന്ന ഒരു വലിയ ദുഃഖം, അവളുടെ ഭർത്താവിന്റെ ജന്മദിനം തന്നെ അയാളുടെ ഒരു മരണ ദിവസമാക്കി മാറ്റാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷെ അത് സംഭവിച്ചില്ല. അതിലവൾക്ക് വല്ലാത്ത ദുഃഖം തോന്നി. പക്ഷെ അവൾ അവളുടെ സങ്കടം മറച്ചു വെച്ചു. മകളെ കൊന്നതിൽ യാതൊരു കുറ്റബോധവും ഇല്ലാതെ വീണ്ടും ഭർത്താവിന്റെ ജന്മദിനം ആഘോഷിച്ചു. അയാൾ ഓഫീസിലേക്ക് അയച്ചു. വിജയ് തന്റെ മകളെ ചുംബിക്കാനായി പോയപ്പോൾ അത് സമർത്ഥമായി അവൾ അത് ഒഴിവാക്കി. അടുത്തവൾ എന്ത് ചെയ്തു എന്നുകൂടെ നിങ്ങൾക്കറിയണ്ടേ? രാത്രി കൊടുത്ത മരുന്നിൽ നിന്നും രക്ഷപ്പെട്ട മകനെ അവൾ വീണ്ടും അതേ ഗുളിക തന്നെ ഉയർന്ന അളവിൽ കൊടുത്തു, പാലിൽ കലർത്തി കൊടുത്തു. ഏതോ ഒരു തെറ്റായ നിമിഷത്തിൽ മകളെ കൊന്നു. ഭാഗ്യത്തിന് മകനെങ്കിലും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന ചിന്ത അവൾക്ക് വന്നില്ല. വീണ്ടും മകന് ഗുളിക നൽകി. എന്നിട്ടും അവൻ ജീവനോടുകൂടി വരരുത് എന്നതിന് വേണ്ടി ആ കുഞ്ഞിന്റെ മുകളിൽ കയറിയിരുന്ന്, തീർച്ചയായും നിങ്ങൾക്കൊരല്പം പോലും ചിന്തിക്കാൻ സാധിക്കില്ല. പക്ഷെ സംഭവിച്ചത് ഇതാണ്. ആ കുഞ്ഞിന്റെ മുകളിൽ കയറിയിരുന്ന് കഴുത്ത് ഞെരിച്ച് ആ കുഞ്ഞിനെ കൊല്ലുന്നു. സ്വന്തം അമ്മ എന്തിനാണ് തന്നോടിങ്ങനെ ചെയ്യുന്നത് എന്നറിയാതെ
ആ കുട്ടി ആ സമയം മനസ്സിൽ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും? നമുക്കൊന്നും ഒരു അല്പം പോലും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കഴുത്ത് ഞെരിച്ച് ഞെരിച്ച് അവനെ ശ്വസിക്കാൻ തന്നെ പാടുപെടാൻ തുടങ്ങി, ജീവന് വേണ്ടി പോരാടാൻ തുടങ്ങി. പക്ഷെ എന്ത് പറയാനാ, അവൻ പതിയെ പതിയെ മരിച്ചു. സംഭവ സ്ഥലത്തേക്ക് നേരിൽ ചെന്ന ആളുകൾ കണ്ട കാഴ്ച, ആ കുഞ്ഞ് ജീവന് വേണ്ടി ആ കട്ടിലിൽ കിടന്ന് പിടയുമ്പോൾ അവൻ്റെ നഖങ്ങൾ ഉപയോഗിച്ച് ആ കട്ടിലിൽ അവൻ കീറുകയും മാന്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാടുകളെല്ലാം കട്ടിലിൽ അത്ര ആഴത്തിൽ പതിഞ്ഞിരുന്നു. അപ്പോൾ ആ കുട്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കുക. ഇപ്പോൾ തൻ്റെ 2 മക്കളെയും അവൾ കൊന്നു. എന്നിട്ട് അവൾ തൻ്റെ കാമുകനൊപ്പം ഓടിപ്പോയോ എന്ന് ചിന്തിച്ചാൽ ഇല്ല. ഭർത്താവ് വീട്ടിലേക്ക് വരുന്നത് വരെ അവൾ കാത്തിരിക്കാൻ തീരുമാനിച്ചു. അതെ, വിജയിയെയും കൊല്ലാൻ തന്നെ തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി വൈകുന്നേരം വരെ അവൾ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം വരെയും വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിക്കുന്നത് കൊണ്ട് കാമുകൻ സുന്ദരമായി ഫോൺ ചെയ്ത് സംസാരിച്ചു കൊണ്ടിരുന്നു. ചിന്തിച്ചു നോക്കുക, തൻ്റെ 2 മക്കൾ തൻ്റെ അടുത്ത് തന്നെ മരിച്ചു കിടക്കുകയാണ്. അവൾ വളരെ സന്തോഷത്തോടു കൂടി അവളുടെ കാമുകനുമായി സംസാരിക്കുകയായിരുന്നു. അങ്ങനെ അവർ 2 പേരും സംസാരിച്ച് ഓഡിയോ ലീക്കായപ്പോൾ പൊതുജനങ്ങൾ എല്ലാവരും അവരെ കാർക്കിച്ച് തുപ്പാൻ തുടങ്ങി. വൈകുന്നേരമായപ്പോൾ ഭർത്താവ് വരാൻ വൈകി. ഇപ്പോൾ ഭർത്താവിനെ ഫോൺ വിളിച്ചു നോക്കി. പക്ഷേ അദ്ദേഹത്തിന് ജോലി ഉള്ളത് കൊണ്ട് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലായ അഭിരാമി സുന്ദരത്തിന് വീണ്ടും ഫോൺ ചെയ്തു. ഇനിയും കാത്തിരിക്കണ്ട, നമ്മളൊരു പക്ഷെ അകപ്പെടും എന്നവൻ പറഞ്ഞതുകൊണ്ട് അവൾ വീട് പൂട്ടി സ്കൂട്ടി എടുത്ത് കാമുകനെ കാണാനായി പോയി. അവൻ അവളെ കോയമ്പേട് ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോയി നാഗർകൗൽ ബസ്സിൽ കയറ്റിയിട്ടു. ഒന്നും അറിയാത്തതുപോലെ അവൻ വീട്ടിൽ പോയി. വാസ്തവത്തിൽ കുറച്ച് ദിവസത്തിന് ശേഷം അവർ കേരളത്തിൽ വന്ന് ഇവിടെ താമസിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അങ്ങനെ വിജയ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അയാളെ പിടികൂടി. ഇപ്പൊ പറഞ്ഞ ഈ വിവരങ്ങളെല്ലാം അയാളിലൂടെയാണ് പോലീസ് കണ്ടെത്തിയത്. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നാം, അവൾക്ക് ഒരുപാട് കാമുകന്മാരുണ്ടെന്ന് പറഞ്ഞു, പിന്നെയും എന്തുകൊണ്ട് സുന്ദരത്തെ തന്നെ അയാൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് വരാം. കാരണം ഇതിന് മുൻപ് ഒരു തവണ അവൾ ഓടിപ്പോയതും ഇതേ സുന്ദരത്തിന്റെ വീട്ടിലായിരുന്നു. ഇപ്പൊ സുന്ദരം പോലീസിൽ അകപ്പെട്ടു എന്നുള്ളത് അറിയാത്ത അഭിരാമി നാഗർകൗൽ എത്തിയപ്പോൾ അവളുടെ സിം കാർഡ് വലിച്ചെറിഞ്ഞു. എന്നിട്ട് യാതൊരു ഭയവുമില്ലാതെ അവിടെ റോഡിലുണ്ടായിരുന്ന ഒരു പോലീസിന്റെ അടുത്ത് ചെന്ന് അയാളുടെ ഫോൺ വാങ്ങി സുന്ദരത്തിന് ഫോൺ വിളിച്ച് സംസാരിച്ചു. താൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന വിവരം പറഞ്ഞു. പോലീസ് ഉടൻ തന്നെ അവൾ താമസിക്കുന്ന സ്ഥലത്ത് അവനെയും കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെന്ന് അവളെ അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിൽ ഞങ്ങൾ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് 2 പേരും സമ്മതിച്ചു. ലവലേശം പോലും സംശയമില്ലാതെ മക്കൾ വിശ്വസിക്കുന്ന ഒരേ ഒരു ജീവൻ അമ്മ മാത്രമാണ്. ഒരമ്മ നൽകുന്നത് മധുരമാണോ കയ്പ് എന്തുമാകട്ടെ, അത് കുട്ടികൾ യാതൊരു സംശയമില്ലാതെ വാങ്ങി കുടിക്കും, അല്ലെങ്കിൽ കഴിക്കും. അത്രത്തോളം അമ്മമാരെ മക്കൾക്ക് വിശ്വാസമുണ്ട്. അത്രയും വിശ്വസിച്ചിരുന്ന മക്കളെ വഞ്ചിച്ചുകൊണ്ട് തൻ്റെ ലൈംഗിക അഭിലാഷത്തെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരമ്മ എങ്ങനെയാണ് ഈ തീരുമാനം എടുത്തതെന്ന് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല. സത്യത്തിൽ അവളുടെ ആവശ്യങ്ങൾ അവൾക്ക് ഭർത്താവിനോട് തുറന്ന് പറയാമായിരുന്നു. ഭർത്താവ് അവളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയില്ല. സദാസമയം ജോലി എന്ന ഒറ്റ കാരണത്താൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഒരു നല്ല ഭാര്യ ആയിരുന്നെങ്കിൽ അവൾ തൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് ഭർത്താവിനോട് സംസാരിക്കണമായിരുന്നു. എനിക്ക് ഭക്ഷണം വേണം, സിനിമയ്ക്ക് പോകണം, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് പോലെ തൻ്റെ ഇങ്ങനെയുള്ള ആവശ്യങ്ങളും ചോദിച്ച് നിറവേറ്റാമായിരുന്നു. എന്നാൽ അതെല്ലാം ഉപേക്ഷിച്ച് മറ്റുള്ളവർ നൽകിയ കമൻസിൽ മയങ്ങി തൻ്റെ ജീവിതം അവൾ നശിപ്പിച്ചു. ഇല്ലല്ല, അങ്ങനെ പറയാൻ സാധിക്കില്ല. തന്നെ വിശ്വസിച്ച 2 ചെറിയ കുട്ടികളുടെ ജീവൻ അവൾ നഷ്ടപ്പെടുത്തി. എന്നിട്ടും അവളെ കൊണ്ട് എങ്ങനെയാണ് സന്തോഷമായി ജീവിക്കാൻ സാധിക്കുക? ഈ ഒരു ഭർത്താവിൻ്റെ കൂടെ അവൾക്ക് ജീവിക്കാൻ കഴിയില്ല എങ്കിൽ മറ്റെവിടെയെങ്കിലും പോകണമായിരുന്നു. പോകുമ്പോൾ എന്തിനാണ് 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലണം? ഇതാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം. ഈ ഒരു കേസിൽ ഇപ്പോഴും വിധി വന്നിട്ടില്ല. എന്നാൽ ഒരു കാര്യത്തിന് നമ്മൾ പോലീസിനെ സമ്മതിച്ചേ മതിയാകും. ഇത്രയും വർഷമായിട്ടും ജാമ്യം ലഭിക്കാത്ത രീതിയിൽ ഈ ഒരു കേസിനെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ അവൾ ചെയ്ത ആ ഒരു തെറ്റു കാരണം നശിച്ചു പോയത് അവളുടെ ആ കുടുംബം മാത്രമല്ല, അവളുടെ സഹോദരന്റെ ജീവിതം കൂടിയാണ്. അതെ, ആമുഖത്തിൽ പ്രസന്ന എന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ആത്മഹത്യയും ചെയ്തു. അത് ഈ അഭിരാമിയുടെ സഹോദരനാണ്. ഒരാൾ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് അല്ലെങ്കിൽ വലിയ തെറ്റ് അതെങ്ങനെയാണ് അവരുടെ കുടുംബത്തെ ബാധിക്കുക എന്നറിയാമല്ലോ. മൊബൈൽ എന്നല്ല, ഏതൊരു ടെക്നോളജി ആയാലും അതിൽ നന്മയും തിന്മയും ഉണ്ട്. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ തന്നെ തീരുമാനിക്കുക. നമ്മുടെ ചാനലിലെ പല വീഡിയോസിന്റെ കമന്റ്സിലും നിങ്ങളിത് കണ്ടിട്ടുണ്ടാകും. സ്ത്രീകൾക്ക് ഈ ലോകത്തിൽ സുരക്ഷിതത്വം ഇല്ല, അവർക്ക് ഈ ലോകത്തിൽ ജീവിക്കാനേ കഴിയുന്നില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. പുരുഷന്മാരും സ്ത്രീകളും 2 പേർക്കും ഒരേ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാ പുരുഷന്മാരും മോശക്കാരല്ല, എല്ലാ സ്ത്രീകളും നല്ലവരുമല്ല.
ഇത് ഈ ഒരു കേസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൊത്തത്തിൽ നല്ല മനുഷ്യരായിരുന്നാൽ മാത്രം മതി. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസിനാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.